രാജ്യത്ത് നിരോധിക്കപ്പെട്ട സാറ്റലൈറ്റ് ഫോണുമായി വിഴിഞ്ഞത്ത് യുവാവ് പിടിയിലായിരിക്കുകയാണ്. രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മത്സ്യബന്ധന തൊഴിലാളിയായ യുവാവിനെ പോലീസ് പിടികൂടിയത്. വിദേശത്തുള്ള സഹോദരനാണ് സാറ്റലൈറ്റ് ഫോൺ കൈമാറിയതെന്നാണ് യുവാവിന്റെ മൊഴി. ജിബിൻ ജെബി തുടരുന്നുണ്ട്. ജിബിൻ, ഈ നിരോധിത ഫോൺ എങ്ങനെയാണ് ഇയാളുടെ കയ്യിൽ കിട്ടിയത്? സഹോദരൻ കൈമാറി എന്നുള്ളതാണ് പറയുന്നത്. വിശ്വാസയോഗ്യമാണോ? ജയലക്ഷ്മി, ഇന്നലെ രാത്രിയോട് കൂടിയാണ് പോലീസിന് ഇത്തരത്തിലൊരു സാറ്റലൈറ്റ് ഫോൺ വിഴിഞ്ഞം പരിസരത്ത് ഓണായിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം രഹസ്യ അന്വേഷണ വിഭാഗത്തിന് ഒരു സന്ദേശം ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിഴിഞ്ഞത്തുള്ള മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള യുവാവിൻ്റെ കയ്യിൽ നിന്ന് ഈ സാറ്റലൈറ്റ് ഫോൺ ഇന്ത്യയിൽ തന്നെ നിരോധിക്കപ്പെട്ട ഈ സാറ്റലൈറ്റ് ഫോൺ ഈ യുവാവിൻ്റെ കയ്യിൽ നിന്ന് പിടികൂടുന്നത്. തുടർന്ന് ഈ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും യുവാവിനെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ചോദ്യം ചെയ്യലിൽ നിന്ന് ഗൾഫിലുള്ള സഹോദരൻ വഴിയാണ് ഈ സാറ്റലൈറ്റ് ഫോൺ തനിക്ക് ലഭിച്ചതെന്നാണ് യുവാവ് മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ മൊഴി ഇപ്പോൾ പോലീസ് വിശ്വാസ്യതയിൽ എടുത്തിട്ടില്ല. കാരണം ഗൾഫിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഈ സാറ്റലൈറ്റ് ഫോൺ എങ്ങനെ കേരളത്തിൽ എത്തി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏറ്റവും വലിയ പോലീസിനെ അലട്ടുന്ന കാര്യം. കാരണം ഇത് വിമാനമാർഗ്ഗം കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സഹോദരൻ കൊടുത്തതാണെങ്കിൽ പോലും ഏത് വിധേനയാണ് ഈ ഒരു സാറ്റലൈറ്റ് ഫോൺ ഈ മത്സ്യത്തൊഴിലാളിയായ യുവാവിൻ്റെ കയ്യിൽ എത്തിയതെന്നുള്ള കാര്യമാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും രാജ്യത്ത് തന്നെ ഇപ്പോൾ നിരോധിച്ചിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പരിശോധനയായിരിക്കും ഇത് സംബന്ധിച്ച് നടക്കുക. യുവാവും ഈ ഫോണും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ജയലക്ഷ്മി. ശരി, ജിബിൻ ജെബിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.